തൈറോയ്ഡ് ക്യാൻസർ വന്ന എൻ്റെ രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൈറോയ്ഡ് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സർജറി പറ്റൂല, ലേസർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 1 വർഷം കാത്തിരിക്കാനാണ് പറഞ്ഞത്. ഒറ്റ മെഷീനാണ് ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തലശ്ശേരി MCHലേക്ക് കൊണ്ടുപോയി, മലബാർ ക്യാൻസർ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ചെന്നപ്പോൾ ഒരു 8-9 മാസത്തിനുള്ളിൽ ലേസർ ട്രീറ്റ്മെന്റ് തരാമെന്ന് പറഞ്ഞു. ഇതിന് ഭർത്താവില്ല, ഇപ്പൊ മരിച്ചു. പിന്നെ മക്കളില്ല, ഒരു മോള് മാത്രമാണുള്ളത്. നാട്ടുകാരുടെ സഹായത്തോട് കെട്ടിച്ച് ബോംബെയിലാണ് അവരുള്ളത്. നാട്ടിൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ്. അങ്ങനെ എവിടുന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിരന്തരമായിട്ട് ഞങ്ങൾ പാലിറ്റിലൊക്കെ ചർച്ച ചെയ്തിട്ട് അതിനെ ഞാൻ തന്നെ RCCയിലേക്ക് കൊണ്ടുപോയി. RCC ചെന്നപ്പോഴും 6 മാസമാണ് പറഞ്ഞത് ട്രീറ്റ്മെന്റ് കിട്ടാൻ. ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. തൈറോയ്ഡ് ക്യാൻസറിന്റെ 3rd സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ട്രീറ്റ്മെന്റ് അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇത് അതിനോട് പറഞ്ഞില്ല, അതും കൂടി പറയേണ്ട, ടെൻഷൻ അടിച്ച് മരിച്ചു. അവിടെയും ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് കേട്ടാ. നമ്മൾ ഉണ്ട്, ഒരു മരുന്ന് വന്നിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ തിരിച്ചു വന്ന് തൈ ഹെൽത്ത് കൊടുക്കാൻ തുടങ്ങി. 2ാമത്തെ വർഷം 2ാമത്തെ മാസം കോഴിക്കോട് ടെർഷറിയിൽ ടെസ്റ്റ് ചെയ്തു. അവിടെ ഡോക്ടേഴ്സ് നോക്കി. ഞാൻ പറഞ്ഞു, ഈ മരുന്ന് നിന്ന് അവരോട് പറയണ്ട, നിങ്ങൾ കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അവിടെ തരുന്ന മെഡിസിൻ എന്താണ് അത് കഴിച്ചാൽ മതി. 2ാമത്തെ മാസം അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഗ്രോത്ത് കാണുന്നില്ല, നമുക്ക് മെഡിസിൻ കൺട്രോൾ ചെയ്യാൻ പ്രശ്നമാക്കണ്ട, നമുക്ക് കിട്ടുമ്പോൾ മതി, ഈ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നടത്തിയാലും മതി, ഇപ്പൊ നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ മാസമായപ്പോഴും ഗ്രോത്ത് കുറയാൻ തുടങ്ങി. ഇപ്പൊ അത് 3 വർഷം കഴിഞ്ഞു. ഒരു സർജറിയും ചെയ്തിട്ടില്ല, ഒരു ലേസറും ചെയ്തിട്ടില്ല. വളരെ ഭംഗിയായി എന്റെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൈറോയ്ഡ് ക്യാൻസറാണ് പറഞ്ഞത്.